ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹോട്ട് ആൻഡ് സോ ചിക്കൻ സൂപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ധാരാളം വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വലിയവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരേപോലെ കഴിക്കാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമ്മളിന്ന് 1/4 കിലോ ചിക്കനാണ് കേട്ടോ ഇവിടെ എടുത്തേക്കണത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ്റെ മുകളിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. നമ്മളപ്പോൾ ചിക്കൻ സ്റ്റോക്ക് വെക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഈ ചിക്കൻ ഈ വെള്ളത്തിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ആ ഇമ്പ്യൂരിറ്റീസൊക്കെ ഒന്ന് പോയി കിട്ടും. ഇത് തിളയ്ക്കണമെന്നില്ല, ഒന്ന് ആ വെള്ളം ചൂടായി കിട്ടിയാൽ മതി. ഇപ്പം അത് ഈ വെള്ളത്തിൻ്റെ കളറ് കണ്ട വല്ലാതെ ഇങ്ങനെ ക്ലൗഡി ആയിട്ടല്ലേ ഇരിക്കണത്. അപ്പോൾ എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ കണ്ട ചിക്കനിൽ എന്തെങ്കിലും അഴുക്കൊക്കെ മുകളിലൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ വെള്ളത്തിലേക്ക് പോയി കിട്ടും. എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ ചിക്കൻ മാറ്റിയെടുക്കണം. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറ് മാറണം നോക്കിക്കോ, കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മുകളിലുള്ള അഴുക്കാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്തിട്ട് വേണം ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ ചിക്കൻ നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. വളരെ കുറവ് മതി കേട്ടോ കുരുമുളക് പൊടി ഉപ്പും. എന്നിട്ട് നമുക്കിതിൽ ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ട് ഇത് തിളപ്പിക്കാം. ഇങ്ങനെയാണ് ചിക്കൻ സ്റ്റോക്ക് നമ്മൾ തയ്യാറാക്കുക. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ പീസൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ആ നെയ്യൊക്കെ വന്നേക്കണ കണ്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ പീസൊക്കെ നമുക്കൊന്ന് ചൂട് മാറുമ്പോൾ ഇതൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പിനുള്ള ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ പീസ് നമ്മൾ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പീസ് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. സൂപ്പിൽ നമ്മൾ എല്ല് ഇടില്ല, ആ ഫ്ലഷ് മാത്രമേ ഇടുള്ളൂ. അപ്പോൾ ആ ഫ്ലഷ് മാത്രം എടുത്തിട്ട് നമ്മളിങ്ങനെ വളരെ കനം കുറച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. നമ്മൾ ചീന്തി ഇടാന്ന് പറയില്ലേ, അങ്ങനെ ചീന്തി ഇടാം. ഒന്നിങ്ങനെ കത്തി കൊണ്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ അതിങ്ങനെ പിച്ചി ഇടാം. വളരെ ചെറുതാക്കിയിട്ട് ഇട്ടാലാണ് സൂപ്പിലേക്ക് അത് വളരെ ടേസ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് ഇത് മുഴുവൻ അങ്ങനെ അരിഞ്ഞെടുക്കണം. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് സബോള ഇട്ട് കൊടുക്കാം. സബോളയ്ക്ക് പകരം സ്പ്രിംഗ് ഓണിയൻ ആയാലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സബോള ഒന്ന് നന്നായി വാടി വരുമ്പോൾ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒരു 1/4 കപ്പ് തന്നെയാണ്, ചെറുതാക്കി അരിഞ്ഞതാണ്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസും ഞാനൊരു 1/4 കപ്പ് തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ
നമ്മൾ സ്റ്റോക്ക് എന്തോരം വെക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി കുറച്ച് ക്യാബേജ്, 1/4 കപ്പ് ക്യാബേജും ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ ക്യാപ്സിക്കാണ് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയധികം വെജിറ്റബിൾസ് ആഡ് ചെയ്യണ കാരണമാണ് നമ്മൾ ഇമ്മ്യൂണിറ്റിക്കൊക്കെ ഇത് വളരെ നല്ലതാണ് പറയുന്നത്. നമ്മളെ ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ വെജിറ്റബിൾസിൽ. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കണ ചിക്കനാണ് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂൺ സോയാ സോസാണ് ആഡ് ചെയ്യണം. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോഴത്തെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. സോസ് ആഡ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് വെച്ചാൽ ആഡ് ചെയ്യണമെന്നില്ല. ഇനി നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ആ ഒരു നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പം നമ്മുടെ സൂപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട ശരിക്ക് വെന്ത് വരും. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ കോൺഫ്ലോറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതാണ്. ആ ഒരു മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ സൂപ്പിൻ്റെ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആഡ് ചെയ്യണം. ഇനി ഇത് 2 മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഇതിൽ കുരുമുളക് പൊടി ഇടലും കൂടി ഉള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് ഒരു ബൗൾ സൂപ്പ് മാറ്റി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സൂപ്പിലാണ് നമ്മൾ കുരുമുളക് പൊടി ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ണികളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ളത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളതിൽ നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ടിട്ട് ഉപയോഗിക്കുക. ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ആ കുരുമുളക് പൊടി ഒന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് പകർത്താം. അപ്പോൾ ഈ ഒരു ചൂടുകാലത്ത് എല്ലാവരും നീർവീഴ്ചയും ചുമയൊക്കെ ഉള്ളൊരു സമയമായിരിക്കും. അപ്പോൾ ഇതേപോലെ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത് തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.